ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ കൂട്ടാവുന്ന നമ്മുടെ സോയ ചങ്ക്സ് വെച്ചിട്ടാണ്. സോയ ചങ്ക്സ് ബീഫ് വരട്ടിയതുപോലെ നമ്മളിങ്ങനെ വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സോയാബീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രയും സോയാബീൻ എടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വാഷ് ചെയ്തിട്ട് ഞാനിവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് സോയ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. അതിന് ശേഷം ഇത് നന്നായി വെന്തതിന് ശേഷം ഇതിങ്ങനെ വീർത്ത് വരും. ഈ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 പച്ചമുളക്, ഒരു ബൾബ് വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി കഷ്ണം, പിന്നെ 2 വെല്ലുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ തക്കാളിയാണ്. ഞാനൊരു നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പാത്രം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാനൊരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വലിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ എല്ലാ മസാലകളും ഒന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും സോയ ചങ്ക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് മസാലയും ഈ സോയ ചങ്ക്സും കൂടി ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം. തക്കാളി വേവുന്ന വരെ നമുക്കിനി അതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം മൂടി തുറന്നിട്ട് നമുക്ക് അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളകും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കാം. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അത് നമുക്കിനി കുരുമുളകാണ് ഇടുക, ചുവന്ന മുളക് ഇടാതിരിക്കുക. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സും മസാലയും കൂടിയെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. സോയ ചങ്ക്സിലേക്ക് ഇതിൻ്റെ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് പിന്നെ അതിലേക്ക് കരിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായി യോജിപ്പിക്കാം.
അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എരിവോ ഉപ്പോ എന്തൊക്കെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ സോയ ചങ്ക്സിൻ്റെ കളറ് തന്നെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ ആവിയൊക്കെ പോയി ഇതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ വിനാഗിരിയോ അതല്ലെങ്കിൽ പുളിനാരങ്ങയോ ചേർത്തെടുക്കാവുന്നതാണ്. ഞാനിതിലേക്കിപ്പോൾ പുളിനാരങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.